ഞങ്ങളിങ്ങനെ ബസ് കാത്ത് നിൽക്കുവാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ബസ്സൊക്കെ കാത്ത് നിൽക്കുന്നത് ഒരു ഷെഡിൻ്റെ താഴെയാണല്ലോ. ഇവിടെ ബസ്സിൻ്റെ ടൈമിങ്ങുകളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ കറക്റ്റ് ടൈമിന് തന്നെ ബസ് വരും. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബസ് കാത്ത് നിൽക്കുന്നത് ഒരു പൂമരത്തണലിലാണ്. ഇത് നോക്കിയേ, ഇത് ഈ ദിവസങ്ങളിൽ വിടർന്നുകൊണ്ടിരിക്കുന്ന മാഗ്നോലിയ എന്ന് പറയുന്ന അതിമനോഹരിയായ മരങ്ങളിൽ ഒന്നാണിത്. ഇതിൻ്റെ കളറും ശരിക്കും ഒരു പാലപ്പൂവിൻ്റെ ഒരു പ്രതീതിയുണ്ട് ഇവിടെ നിൽക്കുമ്പം. അതിൻ്റെ ഒരു മണവും അതിൻ്റെ ഒരു സൗരഭ്യവും എല്ലാം വരുന്നുണ്ട് കേട്ടോ. ഇത് നിറയെ പൂക്കളാണ്. ഇലകൾ കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ. ഇതിൻ്റെ പലതരത്തിലുള്ള മരങ്ങൾ കാണിക്കാനായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യാം. ഇതിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ബസ് ഇറങ്ങി. ഞങ്ങൾ ടൗണിലാണ് ബസ് ഇറങ്ങിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ടൗണൊക്കെ പോലെ ഇവിടെ സിറ്റി സെൻറ്റർ എന്നാണ് പറയുന്നത്. അങ്ങനെ തൊട്ടടുത്തൊരു പാർക്കുണ്ട്. ടീന കണ്ടുവച്ചിരുന്ന പാർക്കാണ്. ഇവിടേക്ക് ഇങ്ങോട്ട് കയറി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനു മുൻപിട്ടിരുന്ന കമേലിയൊന്നും അല്ല ടീന അല്ലേ? ഇനി ഇടാൻ പോകുന്നതാണ് ശരിക്കുള്ള കമേലിയ. ഇത് നോക്കിയേ. ഇതിന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ചെടികൾക്ക് പ്രാന്ത് പിടിച്ചു എന്ന് പറയത്തില്ലേ, അതുപോലെയാണത് ഈ ചെടികൾ. ഇത് കമേലിയാണ്, പിങ്കാണ്. ഇതിൻ്റെ ഭാരം മൂലം ഇതെല്ലാം ഒരു വശത്തേക്ക് ഇങ്ങ് ചാഞ്ഞുകൊണ്ടിരിക്കുവാണ്. അത്രമാത്രം മനോഹരിയായി നിറഞ്ഞു നിൽക്കുന്നു. ഒരു ഇഞ്ച് സ്ഥലം ഇല്ല ഇതിനി മുട്ട് ഉണ്ടാവാനായിട്ട്. അത്രമാത്രം മനോഹരിയായി നമ്മളെല്ലാം നോക്കി ചിരിച്ച് സന്തോഷവതിയായി അഴകായിട്ടിരിക്കുന്നു. അയ്യോ, എന്താ ഭംഗി കാണാനായിട്ട്. എന്ത് ചെയ്യുമല്ലേ നമ്മൾ ഈ പൂക്കൾ. ഇതെല്ലാം പൊഴിഞ്ഞുകൊണ്ടിരിക്കുവാണ്. അത്രയ്ക്ക് മനോഹരി. അത് ഈ ഒരു കളറല്ല, ഇനിയിപ്പോൾ അതിനടുത്ത് അപ്പുറത്ത് വേറെ ചുമപ്പില്ലേ ടീനെ? അതെ, ചുമപ്പുണ്ട്, പിങ്ക്. ഇതിന്റെ തന്നെ എടുത്ത് കഴിയണില്ല അല്ലേ? എന്റെ ഇനിയും മുട്ട് വിടരാനുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പൂക്കൾ ഉണ്ടാവുമോ? നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല അല്ലേ? ഇതൊരു വലിപ്പമല്ലേ ഇതിന്? റോസാപ്പൂവിനേക്കാളും ഭംഗിയാണ്. അതിനും ഭംഗിയാണ്. മണമില്ല അതിന്. മണമില്ല, പക്ഷെ ഇതിന്റെ ഭംഗിക്ക് കൊടുക്കണം ഏഴഴക്. ഇതൊരു പ്രത്യേക തരത്തിലുള്ള കമേലിയാണേ. ഇതിൻ്റെ ഈ ഇതളുകളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇത് ശരിക്കും നമ്മുടെ ആ പണ്ടത്തെ ഒരു കട്ട റോസില്ലേ, അതിൻ്റെ ഒരു ഇതളുകൾ പോലെ ഉണ്ടല്ലേ. ഇത് ചുമപ്പാണ് ശരിക്കും. ഇതൊരു ഗാർഡനാണ്. ആ ഗാർഡനിൽ ഇങ്ങനെ ഇഷ്ടംപോലെ എല്ലാ തരത്തിലുള്ള മരങ്ങളും ചെടികളും പൂക്കളും പൂമരങ്ങളും എല്ലാം ഉണ്ട്. അടുത്തൊരു ചുമപ്പാണ്. ഞങ്ങൾ കണ്ടില്ലായിരുന്നു. ഇത് ഹൈഡ് ചെയ്തിരിക്കുമായിരുന്നു. ഇത് ഒരുപാട് സുന്ദരിയായതുകൊണ്ടായിരിക്കും ഹൈഡ് ചെയ്തിരുന്നത്. ഇതൊരു പൊട്ടാണോ? ഇത് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ എഴുതി നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു. ഇതിൽ മുട്ടുകളാണ് കൂടുതലല്ലേ? ഇത് കടും ചുമപ്പാണ്. നമ്മുടെ കട്ട ചെമ്പരത്തി അല്ലേ? ചെമ്പരത്തിയുടെ കളർ. അന്ന് ടീന ഇട്ടിരിക്കുന്ന ഉടുപ്പും ഈ സെയിം കളറാണ്. അതെ. ടീനന്റെ അടുത്ത് നിന്നെ ഞങ്ങൾ വെറും സിമ്പിളായിട്ടാണ് എടുക്കുന്നത്. ഒരു ഫോർമാലിറ്റി ഇല്ല കേട്ടോ. നോക്കിയേ, ടീനയുടെ ഉടുപ്പിൻ്റെ കളറും ഈ കട്ടച്ചെമ്പരത്തിന്ന് നമുക്ക് പറഞ്ഞാലോ, കട്ടച്ചെമ്പരത്തിയുടെ കളറും ഒരേപോലെ. ഒരെണ്ണം പൊഴിഞ്ഞും പോയി. ടീന മുകളിലത്തെ ഒന്ന് പതുക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. അതെ. ഞങ്ങളൊരു ബസ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് ബസ്. അതിൻ്റെ പേര് യൂണിലിങ്ക് എന്നാണേ. അത് യൂണിവേഴ്സിറ്റിയുടെ ഒരു അങ്ങോട്ടേക്കുള്ള ബസ്സാണെന്നാണ് തോന്നുന്നത്. ഇതിനു മുൻപൊക്കെ ഡാഫഡിൽസ് ഇട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഡാഫഡിൽസ് അല്ലേ ടീനെ? എല്ലാം ഇങ്ങോട്ട് നോക്കി നിൽക്കുന്ന പോലെ അല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. റോഡ് സൈഡ് ചുമന്ന കമേലിയാണെങ്കിലും അതിനിടയ്ക്ക് കൂടെ ഒരു വെള്ള കണ്ടോ, നിറ വ്യത്യാസം കണ്ടോ? അത് അതിൻ്റെ ഒരു ഷെയ്ഡാണേ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു മൾട്ടി കളറാണ്. ഈ പച്ച ഇലകളും ഈ മുട്ടുകളും ഈ പൂക്കളും കൂടി വന്നപ്പം ഇതിനെ ഇനി എങ്ങനെ സുന്ദരിയാക്കാൻ പറ്റും അല്ലേ? നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചിരുന്ന ഒരു ചെടിയായിരുന്നു അത്. സ്നോ ഡ്രോപ്സ് നിങ്ങൾ കേട്ട് കാണും. ഇതിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇത് കണ്ടോ, നല്ല വെള്ള നിറത്തിൽ ഇങ്ങനെ കിടക്കും. ഇത് ഈ സ്നോ ഡ്രോപ്പ് ഇങ്ങനെ ഡ്രോപ്സ് പോലെ തന്നെയായിട്ട് ഇങ്ങനെ താഴോട്ട് കിടക്കും. കമ്മലൊക്കെ ഇടാൻ നല്ല ഭംഗിയാണ്. കൊച്ചു ചെടിയാണ്. ഇത് വെള്ള മാത്രമേ കാണാറുള്ളൂ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. മണവും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഒരു ഭംഗിയാണ് എല്ലാവരും ആസ്വദിക്കുന്നത്. മഴക്കാലം വരുമ്പോഴും കാറ്റ് വരുമ്പോഴൊക്കെ മാമ്പഴം ഇങ്ങനെ താഴെ ഇങ്ങനെ വീഴുമ്പോൾ നമ്മൾ ഓടിപ്പോകാറില്ല എടുക്കാനായിട്ട്. അതുപോലെ തോന്നണം. ഇത് മാമ്പഴമാണോ അമ്പഴങ്ങയാണോ ചാമ്പങ്ങയാണോ എന്നറിയാം. ഇത് നോക്കി താഴെ ഇങ്ങനെ പരവതാനി വിരിച്ച്. ഇത് മാഗ്നോലിയ എന്ന് പറഞ്ഞ ഒരു ചെടിയാണ്. ഈ ദിവസങ്ങളിലാണ് ഇത് വിടരുന്നത്. ഇതിൻ്റെ വലിയ മരമാണ്.
നിറയെ പൂക്കൾ. ഞാനിതിനു മുൻപ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ശരിക്കും പാലപ്പൂവിൻ്റെ ഒരു സാദൃശ്യമുണ്ട്. ഇത് ഒരു ഷെയ്ഡാണ്, വെള്ള ആൻഡ് ഒരു ചെറിയൊരു പിങ്കിഷ് ഷെയ്ഡ്. നമ്മുടെ ചെമ്പകം ഫാമിലിയാണ് അല്ലേ? ചെമ്പകപ്പൂവിൻ്റെ. ഇതെനിക്കൊന്നും നമുക്ക് കയ്യിലെത്താനായിട്ട് പറ്റുന്നില്ല. വേറെ ഏതെങ്കിലും ചെടികൾ നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ മുട്ടാണത്. മുട്ട് ശരിക്കും പാലപ്പൂവും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ വരുന്നത്. അത് ഇത് വിടർന്നത്. നമുക്കൊരു പൂ പോലും പൊട്ടിക്കാൻ തോന്നണില്ല, പക്ഷെ ഇത് പൊഴിഞ്ഞു പോവാണ്. ഇതിന് ഇലകളൊന്നുമില്ല ഇപ്പം. ഇലകൾ വരുന്നത് പൂക്കൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ടല്ല വരുന്നല്ലേ ടീന? നിറയെ ഇതിൻ്റെ പല വർണ്ണങ്ങളുണ്ട്. നമുക്ക് നോക്കാം, എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കാം കേട്ടോ. കിളികളുടെ സൗണ്ട് അല്ലേ? കിളികളുടെ സൗണ്ട്. അതിന് തൊട്ടിപ്പുറത്ത് വേറൊരു കമേലിയ നോക്കിയിട്ടിനെ, ചുമന്ന കമേലിയ. മുട്ട് വന്നിട്ട് മുകളിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇത്. നേരത്തെ കാണിച്ച സ്നോ ഡ്രോപ്സ് കുറച്ചുകൂടി ഇവിടെ കിട്ടി. അതിൻ്റെ മുട്ടും അതെ അതിൻ്റെ പൂക്കളുമായിട്ട് ഇങ്ങനെ ഒരു ഉള്ളിത്തണ്ട് പോലെ വരുന്നത്. വന്നിട്ട് അതുമ്മയാണ് ഇതുണ്ടാവുന്നത്. ഇത് കുറച്ചിവിടെ ഉണ്ട് ഈ ഗാർഡനിൽ. അതിൻ്റെ ഈ ഇത് കണ്ടിട്ടീന, ഇതിൻ്റെ കമ്മൽ പോലെ അതിൻ്റെ അറ്റത്ത് ഒരു പച്ച ഡ്രോപ്പ് ഇതേ കണ്ടാ? ശരിക്കും കൊട്ടക്കമ്മൽ പോലെ അല്ലേ? ജിമിക്കി ജിമിക്കി ജിമിക്കി. എന്തൊക്കെ സാദൃശ്യങ്ങളാണോ നമ്മൾ ഇതിനൊക്കെ ഉണ്ടാക്കുന്നത്. ജിമിക്കി കമ്മൽ. റെഡ്, വേറൊരു റെഡ്. ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ട് പോയപ്പോഴേ എനിക്ക് തോന്നുന്നു ഇതിന് മുൻപ് വന്ന മക്കളാരെങ്കിലും ഇത് നോക്കിയാൽ ഒരു വഴി ഉണ്ടാക്കി വെച്ചിരിക്കണ പോലെ, ഒരു ശരിക്കും ഒരു ട്രെയിൻ, ഒരു ഫ്രെയിം. പലതരത്തിലുള്ള കമേലിയാസ് ഇങ്ങനെ നമുക്കൊരു വഴി ഒരുക്കിയിരിക്കുക പോവാനായി. നോക്കി വഴി കൂടെ. അങ്ങനെ ഈ വഴിയിലൂടെ ഇങ്ങനെ അങ്ങ് പോകുമ്പം നോക്കിയേ വേറൊരു പരവതാനിയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അത് മാഗ്നോലിയയുടെ തന്നെ പിങ്കിഷ് പരവതാനി. റെഡ് കാർപ്പറ്റ് അല്ല ചേച്ചി, പിങ്ക് കാർപ്പറ്റ്. അതെ അതെ, പിങ്ക് കാർപ്പറ്റ്. ഇതിൻ്റെ മരമാണ് മോളിൽ കാണുന്നത്. പിങ്കിഷാണ്, മൊത്തം പിങ്കിഷ്. കൊഴിഞ്ഞ് തീരാറായി തോന്നുന്നു. കൊഴിഞ്ഞ് എല്ലാം ഇങ്ങനെ താഴെ ഇങ്ങനെ കൂടി കിടക്കുവാണ്. ഇതിങ്ങനെ ഇരിക്കാൻ നല്ല രസം, കിടക്കാനും രസം. പക്ഷെ ഇന്നലെ ഇവിടെ മഴ പെയ്ത കാരണം നമുക്ക് കിടക്കാനിരിക്കാനൊന്നും പറ്റില്ല. നോക്കി അതിൻ്റെ ഇതളുകൾ. നിങ്ങൾക്കിത് കണ്ടിട്ടൊക്കെ നല്ല സന്തോഷമായി കാണും അല്ലേ? ഞങ്ങളിവിടെ ഒന്ന് ഇരിക്കുവാണേ. ഇരിക്കാതെ പറ്റില്ല, അത്രയ്ക്ക് രസമാണല്ലേ കാണാനായിട്ട്. നമ്മൾ പണ്ട് നാട്ടിൽ എങ്ങനെയായിരിക്കും ഇരുന്നിരിക്കുന്നത്? താഴെ ഇങ്ങനെ നമ്മുടെ കോളേജ് ക്യാമ്പസിലൊക്കെ പണ്ടത്തെ ഒരു മല്ലികപ്പൂവൊക്കെ ഓർക്കുന്നുണ്ട്, ഒരു ഓറഞ്ച് നിറത്തിലുള്ളത്. അങ്ങനെയാന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു ടൈപ്പ്. അവിടെ നമ്മളിങ്ങനെ താഴെ പോയി ഇരുന്ന ഒരു ഇത് ഓർമ്മ വരുന്നു ഇപ്പം. അപ്പം ഈ പൂക്കളെല്ലാം താഴെ കിടന്നതാട്ടോ. ഇതൊന്ന് നമുക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒന്ന് എറിയുന്നു, മുകളിലേക്ക് എറിയുന്നു. ാണ് ഇത്, വിരിഞ്ഞിട്ടില്ല മുട്ട്. അപ്പം മുട്ടുകൾ നിങ്ങളെ കാണിക്കാം. ഒരു 2000 മുട്ട് കാണും അല്ലേ ടീനെ? ഇത് അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും വിരിയുമ്പോൾ എന്തായിരിക്കും ഭംഗി. ഇത് കണ്ടോ അതിൻ്റെ മുട്ടുകൾ നോക്കിയേ. ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു സൈസ് രോമം പോലത്തെ ഒരു കവറിങ് ആണേ. അത് പൊട്ടിയാണ് ഇത് വിടരാൻ പോകുന്നത്. ഇത് കണ്ടോ, നിറയെ ഉണ്ടത്. ഇലയില്ല, ഒറ്റ ഒന്നുമില്ല മക്കളെ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. ഊട്ടിയിലൊക്കെ കാണുമോ മാഗ്നോലിയ? നദികളിൽ സുന്ദരി യമുന എന്ന് പറയുന്ന പോലെ പൂക്കളിൽ സുന്ദരി ഇപ്പം നമ്മൾ പറയാം മാഗ്നോലിയ എന്ന്. ഇതുവരെ കമേലിയ ആയിരുന്നു. മാറ്റി മാറ്റി പറയുവാണേ. എൻ്റെ ടീനെ ഇത് നോക്കിയിട്ടീനെ, ഒരു പൂവിൻ്റെ സൈസ് ഇത് ഇത്ര ഉണ്ട് കേട്ടോ. എൻ്റെ നേരത്തെ കളർ തന്നെയാണോ ഇത്? ഷെയ്ഡ് ഉണ്ട് അല്ലേ? എനിക്കൊന്ന് ഇംഗ്ലീഷുകാരൊക്കെ അവർ ചെറുപ്പത്തിലേ തുടങ്ങി ഇത് കാണുന്നത് കൊണ്ട് അവർക്ക് ചിലപ്പോൾ ഇതിനോട് നമ്മളൊക്കെ ചെമ്പരത്തിപ്പൂ കാണുന്ന പോലെ തന്നെയാന്ന് തോന്നുന്നു. നമുക്കാണ്, മലയാളികൾക്കാണ് ഈ ഒരു സൗഭാഗ്യത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടവും അതിനോടുള്ളൊരു പ്രേമവും പ്രണയവും ഒക്കെ തോന്നുന്നത്. ഏത് കോർണറിൽ ചെന്നാലും മലയാളികൾ കണ്ട ഒരു ഫോട്ടോ എടുക്കാണ്ട് വിടില്ല കേട്ടോ. നമുക്ക് അത്രയ്ക്ക് കാണിച്ചു തരാം, പൂ അടുത്ത് കാണിച്ചു തരാം, ഭംഗി കാണിച്ചു തരാം. ഇതിൽ കണ്ടാൽ മനസ്സിലാവും, വലിയ പൂവാ. പക്ഷെ ഇതിനധികം ദിവസത്തെ ഐസില്ല അല്ലേ? അതെ അതെ. ഒരു
1 വീക്കിനുള്ളിൽ ഇത് തീരും അല്ലേ, പെട്ടെന്ന് പൊഴിഞ്ഞു പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇല വരും, അത് കഴിഞ്ഞ് പിന്നെ അടുത്ത വർഷത്തേക്കുള്ള പ്രിപ്പറേഷൻസ് ആയി. അപ്പം ഇതിനകത്ത് നിറയെ മുട്ടുകളും പൂക്കളും ആണ്. ഇങ്ങനെ നോക്കുമ്പോൾ മുകളിൽ നിന്ന് ഇന്ന് ആകാശം അങ്ങനെ മേഘമൊന്നും അധികം ഇല്ല, ഒരു അല്പം ക്ലൗഡിയാണ്. ഞങ്ങൾ രണ്ടുപേരും അടുത്തൊരു പൂപ്പന്തലിൻ്റെ താഴെ ഇങ്ങനെ ആസ്വദിച്ചിങ്ങനെ ഇരിക്കുവാണ്. ഇതിന് മുകളിലേക്ക് നോക്കുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള പൂക്കളാണ് പിന്നെ കളേഴ്സ് എന്ന് പറയുമോ? ഇത് നമ്മൾ ആദ്യം റെഡും മറ്റേ ഷെയ്ഡും അതെ, കുഞ്ഞുമക്കൾക്ക് ഇഷ്ടമുള്ള ബേബി പിങ്ക് അല്ലേ ഇവിടെ. പിന്നെ അപ്പുറത്ത് വേറെ, നമുക്കിത് കഴിഞ്ഞിട്ട് ക്യാമറ അങ്ങോട്ട് കാണിക്കാം. ഒന്ന് പതുക്കെ ഒന്ന് ഇവിടെ വേറെ ഒരെണ്ണം സെയിം തന്നെയായിരുന്നു, സെയിം തന്നെ നിറയെ ഇങ്ങനെ താഴെ വീണ് കിടക്കുവാണ്. അതെ, നമുക്ക് ചവിട്ടാൻ പേടിയാവണം, പൂക്കൾക്ക് വേദനിക്കുമെന്നൊരു ഭയം. ഈ ബേബി പിങ്കിന് ഒരു പ്രത്യേകതയുണ്ടല്ലേ, അതിൻ്റെ ഇതളുകൾ മറ്റേ നേരത്തെ കണ്ട അത്രയും ഇങ്ങനെ അടുത്തിട്ടില്ല, പക്ഷേ ഇതിനൊരു കട്ടയല്ല, ഇതളുകൾ കുറവാണ്, പക്ഷെ അതിനും ഒരു പ്രത്യേക ഭംഗി. മുട്ട് നോക്കിയേ, ഈ ചെമ്പകത്തിൻ്റെ ഒക്കെ മുട്ട് പോലെ തോന്നും അല്ലേ. കാണിച്ചു തരാം, അടുത്ത് കാണിച്ചു തരാം ചേച്ചി, തിരിച്ച് ഇത്തിരി താ, അടുത്ത് കാണിച്ചു തരാം. ഒരു പൂ കാണിച്ചു വെച്ച് ഇത് വിട്ടിട്ട് ഇത് കാണിച്ചു, ഇത് കണ്ടോ, അതെ ഇത് ബേബി പിങ്ക്, കുഞ്ഞുമക്കളെ കളറ്. ഇവിടെ അങ്ങനെയാണ്, കുഞ്ഞുമക്കൾ വളരെ ഡെലിവറി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് ബേബി പിങ്കും ആൺകുട്ടികൾക്ക് എല്ലാം ബ്ലൂ ബ്ലൂ എല്ലാം. അതിന് എന്ത് കളറാണ് പറയുന്നത്? ഹൈഡ്രാഞ്ചിയുടെ ഒക്കെ ഒരു സൈസ് ബ്ലൂ അല്ലേ, നമുക്ക് കിട്ടുകയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട് കുറച്ച്. മുട്ട് നോക്കി, അതിൻ്റെ ഒരു പകുതി വിരിഞ്ഞ് മുട്ട് നോക്കി, ഇത് അതെ 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 അതെ, ഇങ്ങനെ ചുറ്റി വെച്ചേക്കണ പോലെ അല്ലേ. ഇത് വേറൊരു വെറൈറ്റിയാണേ. ഇത് എടുക്കാൻ കാരണം ഇതിനും ഇതളുകൾ വളരെ കുറവാണ്, പക്ഷെ കാണാൻ അതിമനോഹരി. അതെ അതെ, ഒരെണ്ണത്തിന് 5 ഇതളൊക്കെ ഉള്ളേ, പക്ഷെ നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇത് കമേലിയ ആയതുകൊണ്ട് ഇതിന് ഇലകളുണ്ട് കേട്ടോ. മാഗ്നോലിയയ്ക്കാണ് ഇലകളില്ലാത്തത്, കമേലിയയ്ക്ക് ഇലകളുണ്ട്. നിങ്ങളും ഇപ്പോൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഓരോന്നോരോന്ന്. ഞങ്ങൾ ഇത്രയും വർഷമായപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ പഠിച്ചു തുടങ്ങിയത് ഇവിടെ. അതിൻ്റെ താഴെ എല്ലാം ഇങ്ങനെ പൊഴിഞ്ഞു കിടക്കുന്നു. അതിൻ്റെ കൂട്ടിനായിട്ട് നൃത്തമാടാനായിട്ട് കുറച്ച് സ്നോ ഡ്രോപ്സും. നേരത്തെ ഒരു കമേലിയ കാണിച്ചതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഇത്രയും ഷെയ്ഡുള്ളൊരു കമേലിയ കണ്ടേ. ഇത് നോക്കിയേ, പിങ്കും വൈറ്റും കൂടിയിട്ട്. അപ്പോൾ അതും കൂടി നിങ്ങളെയൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കാണുമ്പം നിങ്ങളെ കൂടി കാണിച്ചില്ലെങ്കിൽ എന്തോ ഒരു സന്തോഷമില്ല, അതുകൊണ്ട് ഇതിൽ പക്ഷേ ആയി വരുന്നേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ ഞാനൊരു ലോങ് വ്യൂ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, സൂപ്പറല്ലേ. വിടരാൻ വെമ്പി നിൽക്കുന്ന ബേബി പിങ്ക്, അത് നിറയെ ആ മരത്തുമ്മേ ഇതിൻ്റെ മുട്ടുകളാണ്. വിടർന്നത് കുറവും വിടരാനുള്ളത് കൂടുതലും. അപ്പം അതുകൂടി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കണ്ടോ, കുറേ താഴെ വീണ് കിടക്കുന്നുണ്ട്, നേരത്തെ വിരിഞ്ഞത്. ഇതൊക്കെ ഇങ്ങനെ അങ്ങ് താഴെയൊക്കെ വീണ് കിടക്കുക, എന്നിട്ടും ഇഷ്ടം പോലെ ഉണ്ടായിരിക്കുക. അടുത്തൊരു വൈറ്റ്, പ്യൂർ വൈറ്റ് അല്ലേ ടീനെ? സ്നോ വൈറ്റ്. എന്താ ഭംഗി കാണാനായിട്ട്. നമ്മുടെ നാട്ടിലെ ഏത് പൂവായിരിക്കും വെള്ള നിറത്തിലുള്ള പൂക്കൾ? ഒന്ന് ഗന്ധരാജൻ ഇന്നാളെ ഞാൻ പറഞ്ഞായിരുന്നു. ഗന്ധരാജനുണ്ട്, അതിൻ്റെ ഒരു ടൈപ്പാണത് ശരിക്കും പറഞ്ഞാൽ. അതെ 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 അതെ. പിന്നെ വാസന മാത്രം കുറവാണ്. മരത്തിൽ തന്നെ 2 തരത്തിലുള്ള കളേഴ്സ്. ഒന്ന് റോസ് വിത്ത് ഒരു സൈസ് റെഡിഷ് അല്ലേ ഷെയ്ഡുള്ളത് കമേലിയ. അതോടൊപ്പം തന്നെ ഇത് നോക്കിയേ, ചുമന്ന നിറത്തിലുള്ള കമേലിയയും ഒരു കൊമ്പിലല്ലേ ഒരു. അതെ അതെ അതെ. ഇത് എന്തായിരിക്കും, ബഡ്ഡിങ് എന്തെങ്കിലും ആയിരിക്കും അല്ലേ? എന്തെങ്കിലും ആയിരിക്കും ഇത്. പക്ഷേ ഇത് കഴിഞ്ഞ ആഴ്ച വിരിഞ്ഞതുകൊണ്ട് ഇത് ഓൾമോസ്റ്റ് പോകാറായി. എന്നാലും നിങ്ങളെ ആ ഒരു പ്രത്യേകത കാണിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കാണിച്ചതാട്ടോ. അത് ചീഞ്ഞു പോയതാണെങ്കിലും അതിനൊരു ഭംഗി. അതിനൊരു ഭംഗി. ചീഞ്ഞ പൂവ് അത് നമ്മുടെ ലാബിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട്. ചോട്ടിൽ നിറയെ വീണ് കിടക്കുന്നു. അതിൻ്റെ മുകളിൽ ഇതിനെ മനോഹരിയാക്കാനായിട്ട് മാഗ്നോലിയ ഇങ്ങനെ അതിനൊരു പന്തൽ പോലെ ഇട്ടിരിക്കുവാണ്.
എൻ്റെ ഇപ്പുറത്ത് ഈ ഇത് വരുന്നതും മാഗ്നോലിയാണത് അറിയില്ല, ഇല്ല, വേറെ എന്തോ വരുന്നുണ്ട്. ഇതും അത് തന്നെയല്ലേ ചേച്ചി, ചുമപ്പും പിങ്കും. അതും അത് തന്നെ, സെയിം 2 കളേഴ്സ് ഇൻ സെയിം ട്രീ. ഇതിനകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എവിടെ എടുക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല, അത്രമാത്രം ചെടികളും പൂക്കളുമാണ്. ഇനി ഒരു 1 വീക്ക് കഴിഞ്ഞ് വരുമ്പം ഇതിലും മനോഹരിയായിരിക്കും ഈ പൂന്തോട്ടം. അതിമനോഹരിയായ ഒരു മരം നിൽക്കുന്നു. ഇതൊരു എത്ര വർഷം പഴക്കമുള്ള ഒരു മരമായിരിക്കും അല്ലേ? പേരും ഒന്നും ഞങ്ങൾക്കറിയില്ല. ഇതിന് ഞങ്ങൾ കണ്ടൊരു പ്രത്യേകത, നമ്മുടെ നാട്ടിൽ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ രുദ്രാക്ഷമൊക്കെ പോലെ, ഇത് കണ്ടോ, ഇതിൻ്റെ കായയാണോ പൂവാണെന്നറിയില്ല, ശരിക്കും രുദ്രാക്ഷം കെട്ടാൻ ഉപയോഗിക്കുന്ന പോലത്തെ നിറച്ചുണ്ടായി കിടക്കുവാണത്. ഇതെന്തിനാ ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല നമുക്ക്, പക്ഷെ അതിനിടയ്ക്ക് ചെറിയൊരു മുട്ടുകളുണ്ട്. അതിന് പൂ വരുമോ അതോ ഇങ്ങനെയാണോ വിടരുന്നതെന്ന് അറിയില്ല. എന്തായാലും ഒരു പ്രത്യേക ഒരു സംഭവം. അതെ അതെ. ഇതിൻ്റെ ഇലകളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, ശരിക്കും നമ്മുടെ എവർഗ്രീൻ്റെ ഇലകൾ പോലെയും. പിന്നെ എന്താ അത് മുത്താണോ ചേച്ചി? മുത്താണെന്ന് പോലെയാണോ? വെള്ള മുത്തുകൾ, അതിന് നടുക്കായിട്ട് കറുത്ത മുത്തുകൾ. ശരിക്കും മാല കോർക്കാൻ പറ്റിയ വെള്ളയും കറുപ്പയും മിക്സായിരിക്കുന്ന ഒരു ചെടി ഇത്. പക്ഷേ ഇതിൻ്റെ ഇലകൾക്കും ഭംഗി, പൂക്കൾക്കും ഭംഗി, മണിമുത്തുകൾക്കും ഭംഗി. ഒരു ചെറിയൊരു മണം വരുന്ന പോലെ, നമ്മുടെ പാരിജാതത്തിൻ്റെ ഒക്കെ ഒരു ഫാമിലി ആയിരിക്കും ചിലപ്പോഴേ. എത്ര തരത്തിലുള്ള ചെടികളല്ലേ ഓരോ രാജ്യത്തും വളരുന്നത്. പ്രകൃതിയുടെ ഓരോരോ വികൃതികളല്ലേ, എന്താ പറയണത് ഇതിനൊക്കെ. ഇതിങ്ങനെ നമുക്ക് ഈ ഗാർഡൻ ഒന്ന് ചുറ്റി കറങ്ങിയെടുക്കാൻ പറ്റുമോ ടീനെ? ലാസ്റ്റ് ചുറ്റി നമ്മൾ ചുറ്റണം. മാഗ്നോലിയ കണ്ട് കൊതി തീരുന്നില്ല ഞങ്ങൾക്ക്, കാരണം ഇനിയിപ്പോൾ അടുത്ത വർഷമല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇത് ശരിക്കും മടുത്ത് കാണില്ല അല്ലേ? അങ്ങനെ മാഗ്നോലിയ കണ്ട് ഇങ്ങനെ ഞങ്ങളിങ്ങനെ നടക്കുവാണേ. ഇവിടെ ഒരു പ്രതിമയുണ്ട്, ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. ആരാണ് വെച്ചത്? ഇതൊരു മേയറാണ് ശരിക്കും. അറിയത്തില്ല കേട്ടോ എനിക്ക്. അതിൻ്റെ ഫ്രണ്ടിൽ കാണിക്കണം. പിന്നെ അതിൻ്റെ പേരെന്താ? പേര് എഴുതിയിട്ടുണ്ട്. ഇത് ഫ്രെഡറിക് പെർക്കിൻസ് മേയറായിരുന്നു 1869. അദ്ദേഹത്തിൻ്റെ സ്റ്റാച്ചു ഇവിടെ ഉണ്ട്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ബോണും ഡൈഡും ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ആധികാരികമായിട്ടൊന്നും അറിയത്തില്ല. പൂക്കളെ പറ്റി സംസാരിക്കാം. നമുക്ക് പൂക്കൾ മാത്രമേ എന്തെങ്കിലും പറയാൻ അറിയാവൂ. അങ്ങനെ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് ഇത് നോക്കിയേ, അയ്യോ, അടുത്ത ചുമന്ന. പിന്നെയും നമ്മൾ കമേലിയയിലേക്ക് വീണു. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 1 വീക്ക് കൂടി ഉള്ളൂ ഈ കമേലിയ മാഗ്നോലിയ ഒക്കെ തീരാൻ പോണ്. അടുത്ത ഏതെങ്കിലും പൂക്കളായിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. ഇതിന്റെ ഈ മരത്തിന്റെ ഭംഗി നോക്കിയേ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആകൃതികൾ കണ്ടോ? സ്പ്രിംഗ് ആണോ? സ്പ്രിംഗ് ആക്ഷൻ അല്ലേ? ഓക്കെ, അതും ചോട്ടിന്ന് തന്നെ ചൂട് തന്നെ അങ്ങനെ സ്പ്രിംഗ് പോലെ വളർന്നു. ഇതിന്റെ ഇതിങ്ങനെ ഉണ്ടായി കിടക്കുന്നത് കണ്ടോ? അത് കമ്മല് പോലെ, അതെ, ഒരു റിങ് കമ്മലൊക്കെ ആയിട്ട് ഇടാൻ പറ്റിയ പോലെ. ഇതൊരു ഭംഗിയല്ലേ? ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും, നമ്മളത്ര ശ്രദ്ധിക്കാഞ്ഞിട്ടാ. ഏത് മരത്തിനും ഉണ്ട് അതിൻ്റെതായ ഒരു ഭംഗി, ഇലകൾക്കും പൂക്കൾക്കും അതിൻ്റെ ചില്ലകൾക്കും എല്ലാത്തിനും ഭംഗിയോട് ഭംഗിയാണ്. എന്തായാലും നമുക്കൊക്കെ ഉണ്ടാവുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഈ പൂക്കളും ഇതിൻ്റെ ഈ നിറങ്ങളും ഇതിൻ്റെ ആകൃതികളും എല്ലാം കാണുമ്പം കുറച്ച് സമയത്തേക്കെങ്കിലും അതൊക്കെ ഒന്ന് മറന്ന് നമുക്കൊന്ന് സന്തോഷിക്കാനായിട്ട് ഞങ്ങൾക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. മരത്തിൻ്റെ ചൂട് ഓ, പരവതാനി തന്നെ പറയാം അല്ലേ? അതെ അതെ. പെട്ടെന്ന് പറയാൻ തോന്നുന്നതേ ഇങ്ങനെയാണേ, എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെയെല്ലാം മരങ്ങൾ മാത്രം. അയ്യോ, ഇതിൻ്റെ കളറ് പറയാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലേ. ഇത് ലൈറ്റ് റോസിൽ പെടും, വെള്ളയല്ല, പിങ്കും അല്ല. ഇതൊരു നിറയുണ്ട് ഇതിനകത്ത്, പൂത്തിരിക്കും അതിനകത്ത്. ഇതിന് പ്രാന്ത് പിടിച്ചിരിക്കുമോ ഈ മരത്തിന്? ഇത്രയും മാത്രം ഉണ്ട് ഇതിനകത്ത്. നമുക്കും നിങ്ങൾക്കും ഭ്രാന്തായോ പൂക്കൾ കണ്ടിട്ട്? നിങ്ങൾ വിചാരിക്കും ഈ UK മൊത്തം പൂക്കളാണെന്നല്ലേ? ആകെ ഞങ്ങൾക്ക് ഈ 4-5 മാസം മാത്രം കിട്ടുന്ന പൂക്കളാണ്. അതുകൊണ്ടാണ് ഇതിനോട് ഇത്ര സ്നേഹവും പ്രണയവും പ്രേമവും അല്ലേ ചീനെ? നമ്മുടെ പുളിയുടെ ഒക്കെ മരത്തിന്റെ ഇതുപോലെ പുളിമരം അയല പുളി ഉണ്ടായി കിടക്കുന്ന പോലെ ഉണ്ട്, അത്രയും മാത്രം ഉണ്ട്. ഇഷ്ടമായോ നിങ്ങൾക്ക്?
ഇത് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മുടെ വീഡിയോയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അപ്പം ഇതിൻ്റെ പേര് ഹെദർ എന്നാണ് ടീനക്കുട്ടി പറഞ്ഞത്. ടീനയ്ക്ക് കുറേ പേരുകളൊക്കെ അറിയാം. ഇതിൻ്റെ ഇലകൾക്ക് നോക്കിയാൽ ഒരല്പം മുള്ളു പോലെയുള്ള ഇലകളാണ്, പക്ഷേ ഇത് കുഞ്ഞു ഇതളുകളാണ് നിറയെ. ഇത് വേറൊരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, നിറയെ ഇങ്ങനെ മുറ്റി ഉണ്ടായി കിടക്കുന്നുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള പൂക്കളല്ലേ. അതിൻ്റെ അറ്റത്തൊരു മെറൂൺ കളർ വേറൊരു മുത്ത് പോലെ. എന്തായാലും കുറേ വെറൈറ്റി ഫ്ലവേഴ്സ് നമ്മുടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യണതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് സമയം പോലെ കാണുക, ആസ്വദിക്കുക, സന്തോഷിക്കുക. നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് കുറച്ച് സമയത്തേക്ക് നമുക്ക് മാറ്റി ഈ പൂക്കളിൻ്റെ ഭംഗിയുടെ ആനന്ദം കണ്ടെത്താം. നമ്മൾ തിരിച്ചു പോവാണല്ലേ ടീനെ? അപ്പം നിങ്ങൾ കണ്ടുമടുത്തു. എന്നാലും ഡാഫഡിൽസ് ഇത് തീർന്നുകൊണ്ടിരിക്കുന്ന സെക്ഷനാണ്. അവിടെ നിറയെ ഡാഫഡിൽസ് ഉണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ എന്താ പറയുന്നത്, ഒരു ദിവസം ചിലവഴിക്കാനായിട്ട് ഇങ്ങനെ പാർക്കിൽ വന്നിരിക്കുവാണ്. ഇതാണ് പാർക്ക്. ഇതിൻ്റെ പേരെന്താ ടീനെ പാർക്കിൻ്റെ? സൗത്താംപ്ടൺ പാർക്ക് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ചെടികളും കായ്കളും പൂക്കളും എല്ലാമായിട്ട് സുന്ദരിയായിട്ട് നിൽക്കുന്ന അതിമനോഹരിയായ ഒരു പൂന്തോട്ടം.